നിങ്ങൾക്ക് ദീർഘനാളത്തെ നടുവേദനയോ ഇടയ്ക്കിടെയുള്ള കഠിനമായ നടുവേദനയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും സാധാരണമായ ചോദ്യം ഇതാണ്: എന്റെ നടുവേദനയുടെ കാരണം എന്താണ്? ഹായ്, ഞാൻ ഡോക്ടർ ഹിമാൻഷു ത്യാഗിയാണ്. ഞാൻ ഇന്ത്യയിലെ ഡൽഹിയിൽ താമസിക്കുന്ന ഒരു നട്ടെല്ല് സർജനാണ്. നിങ്ങൾക്ക് ഞങ്ങളെ ഫോണിലൂടെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ദർദു ജഹ്ല ഹേത ഗഡിക ചേർത്ത് ദൈവോ ദൈത്തിന് എന്ന നമ്പറിൽ ദർദർദമ വഴി സന്ദേശം അയക്കാം. കൂടാതെ നിങ്ങൾ ഇന്ത്യയ്ക്ക് പുറത്താണ് താമസിക്കുന്നതെങ്കിൽ ഫോൺ നമ്പറിന് മുമ്പ് ഇന്ത്യ കോളിംഗ് കോഡ് ചേർക്കാൻ മറക്കരുത്. ഇന്ത്യ കോളിംഗ് കോഡ് ദർദ് ആണ്. ഇപ്പോൾ നടുവേദനയ്ക്ക് 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, സുഷുമ്നാ നാഡിയുടെ അസ്ഥികൾക്കിടയിൽ കിടക്കുന്ന ഡിസ്ക് എന്നറിയപ്പെടുന്ന കുഷ്യൻ നന്നായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ കാരണം, നട്ടെല്ലിന്റെ സന്ധികളിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ. ഇവ നട്ടെല്ലിന്റെ പിൻഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവ നന്നായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് നടുവേദനയ്ക്ക് കാരണമാകും. മൂന്നാമത്തെ കാരണം, നിങ്ങളുടെ നട്ടെല്ലിന്റെ അസ്ഥികൾ വിന്യാസത്തിലില്ലെങ്കിൽ അത് അസ്ഥിരത എന്നറിയപ്പെടുന്നു. ഈ മൂന്നാമത്തെ അവസ്ഥയെ വൈദ്യശാസ്ത്രപരമായി സ്പോണ്ടിലോലിസ്റ്റെസിസ് എന്ന് വിളിക്കുന്നു. ഈ മൂന്നാമത്തെ സാഹചര്യത്തിൽ അസ്ഥി മുന്നോട്ട് വഴുതി ഞരമ്പുകളിൽ അമർത്താൻ തുടങ്ങുന്നു. അതിനാൽ നട്ടെല്ലിന്റെ അസ്ഥികൾക്കിടയിലുള്ള തലയണയുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന ആദ്യത്തെ തരം നടുവേദനയിൽ സാധാരണയായി ചെറുപ്പക്കാരിലാണ് നടുവേദന ഉണ്ടാകുന്നത്. കൂടാതെ ഇന്ന് കമ്പ്യൂട്ടറിൽ ദീർഘനേരം ജോലി ചെയ്യുന്നവരിൽ നടുവേദന ഉണ്ടാകാനുള്ള ഏറ്റവും സാധാരണമായ കാരണമാണിത്. ഇവിടെ ഇരിക്കുന്ന പോസ്ചർ നല്ലതല്ല, അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ നടുവേദന വളരെ സാധാരണമായി മാറുന്നു. ഇത് ആദ്യകാല നട്ടെല്ല് ഡിസ്ക് പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നട്ടെല്ല് ഡിസ്ക് അല്ലെങ്കിൽ തലയണ വേദന നൽകാൻ തുടങ്ങുന്നു. ഇത് സാധാരണ ശാരീരിക പ്രായത്തിനു മുമ്പാണ് സംഭവിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നല്ല ഇരിപ്പ് പോസ്ചർ, പുറം വ്യായാമങ്ങൾ, ശരിയായ ഉറക്ക പോസ്ചർ എന്നിവ നിങ്ങളെ വളരെയധികം സഹായിക്കും. മരുന്നുകൾ, വ്യായാമം, ഫിസിയോതെറാപ്പി എന്നിവയ്ക്ക് ശേഷവും വേദനയിൽ പുരോഗതിയില്ലെങ്കിൽ ഡിസ്ക് റീപ്ലേസ്മെന്റ് സർജറി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ശസ്ത്രക്രിയ ഞങ്ങൾ നിങ്ങൾക്കായി ചെയ്യാൻ കഴിയും. ഇവിടെ ഞങ്ങൾ സ്വാഭാവിക വേദനയ്ക്ക് കാരണമാകുന്ന ഡിസ്ക് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുകയും പുതിയൊരു കൃത്രിമ ഡിസ്ക് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു. പുതിയ ഡിസ്ക് ആരോഗ്യകരമായ ഒരു പ്രകൃതിദത്ത ഡിസ്ക് പോലെ പ്രവർത്തിക്കുന്നതിനാൽ ഈ ശസ്ത്രക്രിയയ്ക്കിടെ വഴക്കം നഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തെ തരം നടുവേദനയിൽ നട്ടെല്ല് സന്ധികളുടെ അമിതഭാരം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് പ്രായവുമായി ബന്ധപ്പെട്ട നടുവേദന എന്നും അറിയപ്പെടുന്നു. ഇത് സാധാരണയായി 40 വയസ്സിന് ശേഷമുള്ള ആളുകളിൽ കാണപ്പെടുന്നു. നട്ടെല്ലിന്റെ ഈ സന്ധികളെ ഫേസറ്റ് സന്ധികൾ എന്ന് വിളിക്കുന്നു. നട്ടെല്ലിന്റെ അമിതഭാരം കാരണം അവ വീർക്കാൻ തുടങ്ങുന്നു. എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്ന സാധാരണ പ്രായവുമായി ബന്ധപ്പെട്ട മാറ്റത്തിന്റെ ഭാഗമാണിത്. അവ വേദനാജനകമാകാൻ തുടങ്ങുന്നു. അത്തരം സാഹചര്യങ്ങളിൽ വ്യായാമം സഹായിക്കും, പോസ്ചർ പരിശീലനം സഹായിക്കും. പക്ഷേ അത് വളരെ വേദനാജനകമാണെങ്കിൽ നമുക്ക് ഫേസറ്റ് ജോയിന്റ് ഇൻജെക്ഷൻ അല്ലെങ്കിൽ ഫേസറ്റ് ജോയിന്റ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ഒരു നടപടിക്രമം ചെയ്യാൻ കഴിയും. ഇതിന് 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കില്ല. കർശനമായ അണുബാധ നിയന്ത്രണ സാഹചര്യങ്ങളിൽ എക്സ്റേ മെഷീൻ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഡേ കെയർ നടപടിക്രമമാണിത്. വേദനയ്ക്ക് കാരണമാകുന്ന ഫേസറ്റ് സന്ധിയാണ് ഇവിടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. വേദനയുടെ മൂന്നാമത്തെ തരം കാരണം നട്ടെല്ലിൽ എന്തെങ്കിലും അസ്ഥിരത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നട്ടെല്ലിന്റെ അസ്ഥികൾ വിന്യാസത്തിന് പുറത്താണെങ്കിൽ ആണ്. ഇത് സാധാരണയായി സ്പോണ്ടിലോലിസ്തെസിസ് എന്നറിയപ്പെടുന്നു. ഇത് പ്രായവുമായി ബന്ധപ്പെട്ട ഡീജനറേഷൻ മൂലമോ അല്ലെങ്കിൽ അസ്ഥിയിലെ ഏതെങ്കിലും പൊട്ടൽ മൂലമോ സംഭവിക്കാം. ഇതിനെ പാർസ് ഫ്രാക്ചർ എന്നറിയപ്പെടുന്നു. ഈ അസ്ഥി വഴുതി വീഴുന്നത് കാലിലെ നാഡീ സംബന്ധമായ ലക്ഷണങ്ങൾക്കും കാരണമാകും. നടുവേദനയ്ക്കുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളിൽ ഒന്നായിരിക്കാം ഇത്, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെ രോഗികളിൽ. അത്തരം സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയ എന്ന പേരിൽ ഞങ്ങൾ രോഗികൾക്ക് ഒരു ശസ്ത്രക്രിയ വാഗ്ദാനം ചെയ്യുന്നു. ഈ ശസ്ത്രക്രിയയിൽ പ്രത്യേക ഇംപ്ലാന്റുകൾ ഉപയോഗിച്ച് ഈ വഴുതി വീഴുന്ന അസ്ഥിയെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾക്ക് നടുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഈ ശസ്ത്രക്രിയ നിങ്ങളെ വീണ്ടും വേദനയില്ലാത്ത ജീവിതം നയിക്കാൻ അനുവദിക്കും. ഈ ശസ്ത്രക്രിയയിൽ നാഡികളിലെ സമ്മർദ്ദവും ഞങ്ങൾ നീക്കം ചെയ്യുന്നു. അതുവഴി ഭാവിയിൽ നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയും ഒഴിവാക്കാനാകും. അതിനാൽ നിങ്ങൾക്ക് നടുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി എക്സ്റേ അല്ലെങ്കിൽ MRI നിർദ്ദേശിക്കുന്ന ഒരു ഡോക്ടറെ നിങ്ങൾ കാണണം. നിങ്ങളുടെ നടുവേദനയുടെ കാരണം എന്തായാലും അദ്ദേഹം നിങ്ങൾക്ക് ഒരു ചികിത്സാ പദ്ധതി നിർദ്ദേശിക്കും. 95 മുതൽ 97% വരെ രോഗികൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നും ശരീരഭാരം കുറയ്ക്കൽ, പതിവ് വ്യായാമം, പോസ്ചർ തിരുത്തൽ, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന സമയം പരിമിതപ്പെടുത്തൽ എന്നിവയിലൂടെ ഇത് വളരെ നന്നായി ചികിത്സിക്കാൻ കഴിയുമെന്നും ദയവായി ഓർക്കുക. നന്ദി.